ഇതാക്കുമ്പോൾ ഉമ്മോടെ വാഷ് ബേസിനൊക്കെ നോക്കാണ്. അപ്പം നേരെ ഇനി ഫ്രിഡ്ജിൻ്റെ ഷോപ്പ് പോകണം, ഫ്രിഡ്ജ് വാങ്ങണം. ഇതാണ് ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന 3G അല്ലല്ലോ ലൈഫല്ല, ಇದು കോക്രോച്ച് ಇದೆ ಅಲ್ಲ ಹೇಳಿದಲ್ಲ. ഇവിടെയാണ് സൂസൈഡ് ചെയ്യുന്നത് രാത്രി രാത്രി. ഫൈനൽ ഒരു ബിസിനസ് മാൻ വന്നിട്ട് ഇവിടെ സൂസൈഡ് ചെയ്ത്. അപ്പോൾ ഗൈസ് വാങ്ങാൻ പോകുന്ന വീടൊക്കെ കൃത്യമായിട്ട് സുന്ദരമായിട്ട് നോക്കാൻ വേണ്ടി വൈകുന്നേരം പോകാൻ കേട്ടോ. വൈകുന്നേരം മീൻസ് ഇപ്പം 4 മണിയായി. വയ്യ, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വർക്കും ഇല്ല, ഒന്നുമില്ല. വാങ്ങാൻ കുട്ടികൾ വിടണ്ടേ, അതൊരു വേറെ കാര്യമാണ്. വർക്കില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ടോ, വീടൊക്കെ ഓക്കെ ആയി, ടോക്കണൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ടോ ഒക്കെ തപ്പാണ്. പിന്നെ ഉമ്മാണിന് കാത്തിരിക്കണം. ഇതുവരെ ഞാൻ കാറിൽ പോയിട്ട് ഇപ്പോൾ ബസ്സിൽ പോകുന്നേന്ന് പറഞ്ഞൊരു മടിപ്പോലെയാണ്. എന്താ വെച്ചാൽ ടൈം എടുക്കുന്നു, അല്ലെങ്കിൽ 1/2 മണിക്കൂർ മതി ഈ ബസ് കയറി. ഈ കുട്ടികളെ കൂട്ടി പോകുമ്പോൾ വേണ്ടെന്ന് തോന്നും. അടിയാക്കിക്കൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്ത് വലിച്ച് പോകണം. ഇതാണ് ബുദ്ധിമുട്ടാവുന്നത്. ഒന്നും ഞാൻ പറയുന്നത് എപ്പോഴും, എനിക്ക് വയസ്സായാലും വലുതല്ല, വയസ്സായാലും പ്രശ്നമില്ല, കുട്ടികളൊന്നും വലുതായാലും മതി. എന്നാ ഇത്രയും അങ്ങനെ അയക്കണം. തലൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല കേട്ടോ. തലൻ്റെ ഉള്ളിൽ ഫുള്ള് ബ്ലാങ്ക് കണ്ണുണ്ട്. ഈ കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഉറങ്ങാൻ വിടൂല, നിൽക്കാൻ വിടൂല. എന്താ ചെയ്യുക, കുട്ടികളെ വീട്ടിലുള്ളിൽ പിടിച്ചിരിക്കല ഞങ്ങൾ കളിക്കാനൊന്നും വിടാതെ. കളിക്കാൻ വിട്ടാൽ കുട്ടികൾ അടിയായിരിക്കും. എപ്പോഴും അവരത് കംപ്ലൈൻറ്റ് കേൾക്കണം. അവനങ്ങനെ ആക്കി, അവനിങ്ങനെ ആക്കി, ഇവനങ്ങനെ ആക്കി. കുട്ടികളെ വളർത്തുന്നതുണ്ടല്ലോ അത്ര ഈസി അല്ല ഗൈസ്. കുട്ടികൾ ചെറുപ്പിക്കുമ്പോണ്ടല്ലോ ഒരാൾക്കും കുട്ടികളെ വേണ്ട കേട്ടോ. ഇവർ വലുതായിട്ട് ഇവർ പഠിച്ചിട്ടൊക്കെ ഇവരെ കാലം മുള്ളിൽ നിന്നാലുണ്ടല്ലോ എല്ലാവരും എൻ്റെ മോനാണ്, എൻ്റെ കുഞ്ഞാണ്, എൻ്റെ അവനാണ്, ഇവനാണെന്ന് പറഞ്ഞിട്ട്. കുട്ടികൾ ചെറുപ്പം മുതൽ ഉമ്മമാർ തന്നെ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഉമ്മൻ്റെ ഫാമിലി തന്നെ ഹെൽപ്പിൽ കിട്ടുമല്ലോ, വേറെ ഒരാൾ ഹെൽപ്പ് കിട്ടില്ല. പിന്നെ കുട്ടികളൊന്ന് വളർത്തുന്നത് അത്രയൊന്നും ഈസി ഒന്നല്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മളെ ആ ഒരു സമയത്തിൽ നമ്മളെ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവും കുട്ടികളെ വളർത്തുന്നത് അത്ര ഈസി അല്ല എന്നുള്ളത്. പിന്നെ കുട്ടികൾ വലുതായ ശേഷം എൻ്റെ ചക്കരേ എൻ്റെ മോണേന്നാക്കി വന്നാൽ കാര്യമില്ലല്ലോ. കുട്ടികൾ ചെറുപ്പം ഇരിക്കുമ്പോഴാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അവർ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയാം, നീ എന്താ 2 ആണക്കുട്ടികളാണ് വളർത്തുന്നത് എന്ന്. ആണക്കുട്ടികളാണെങ്കിൽ വളർത്തിയിട്ട് അവിടെ മുണ്ടാതിരിപ്പിക്കുക. കുട്ടികളെ വളർത്തുന്നത് അത്ര ഈസി ഒന്നല്ല. ചിലവും കുട്ടികൾക്ക് കൂടുതലാണ്. പിന്നെ ഇന്ന് കഴിച്ച ഫുഡ് നാളെ കഴിക്കില്ല, ചിലവും കൂടുതലാണ്. അവർ പറഞ്ഞതും കേൾക്കില്ല. പിന്നെ അവരുടെ ബാക്കിൽ തന്നെ നടന്നിട്ട് നമുക്കുള്ള ആകെ സ്ട്രെസ്സാവും. അതും നോക്കണം, വീട്ടിലത്തത് നോക്കണം, പുറത്തുള്ളത് നോക്കണം. ഇതൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ നോക്കിയ ശേഷം പിന്നെ എന്തെങ്കിലും ഇത് വന്നാൽ കുട്ടികളെ നോക്കാൻ ഹാൻഡിൽ ചെയ്യാനോ ആയിരുന്നു ഒന്നും മൈൻഡിലുണ്ടാവില്ല. ഇന്ന് എന്ത് നമ്മൾ ചെയ്തു, നാളെ എന്താണോ ചെയ്യുന്നത് ഒന്നും നമ്മളെ മറന്നു പോകും. കുട്ടികളെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ ആ കുട്ടികളെ നോക്കുന്നതിന് വലിയ പാടല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളെ നോക്കുന്നതിന് വലിയ പാടാന്ന് പറഞ്ഞാൽ എന്താ 2 ആണക്കുട്ടികളെ നോക്കുകയാണെന്നുള്ളത്. കുട്ടികളെ നോക്കുന്ന അമ്മമാർക്ക് മാത്രമേ ഇതിന് ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. ആണുങ്ങളിൽ മനസ്സിൽ തൊക്കോട്ട ജംഗ്ഷൻ ആവാം. ജംഗ്ഷനിൽ ഗ്രൗണ്ട് ബോട്ടായിട്ട് അങ്ങനെ പോയിട്ട് പെട്രോൾ പമ്പിലുള്ള കടയിട്ട് ഓക്കെ. ഹാൻഡ് ക്യാമാ ഡി ജെ ഇതാ. ഇതൊരു ബാൽക്കണി, ബാൽക്കണി. ഇതൊരു ഹാൾ നോക്കൊരു വാഷ് ബേസിൻ. ಮೇಲೆಲ್ಲ ಜಾಗ ಉಂಟು. ಅದೇ ಚೆಂದ ಸಾಮಾನೆಲ್ಲ ಬೇಕು, ಜಾಗ ಉಂಟು ಮೇಲಲ್ಲಿ. ಮನೆ ಎಲ್ಲ ಕ್ಯಾಬಿನೆಟ್ ಹಾಕಿದ್ದಾರೆ. ಬರ್ತದೆ ಔಟ್ ಸೈಡ್. ಉಂಟು ಅದೇ ಎಲ್ಲ ಉಂಟು. ಇದು ರೂಮ್.
യെസ്. ഇതൊന്ന് കബോർഡ് കൂടെ ഉണ്ട്, ക്യാബിനെറ്റ് എല്ലാം ಎಷ್ಟು ಸಾಮಾನೆಲ್ಲ ಬಿದ್ದ. ಇದೊಂದು ಟಾಯ್ಲೆಟ್ ಕಿಚನ್ നല്ല ಸೆಟಪ್ ಹಾಕಿರೋದು ರೂಮ್. ಇದು ಕಾಕ್ರೋಚ್ ಇದೆ ಅಲ್ಲ ಹೇಳಿದ್ರಲ್ಲ. ಓಕೆ, ಸ್ಯಾಪ್ರ ಮೇಲೆ ತುಂಬ ಗಾಳಿ ಉಂಟಾಯ್ತಾ ಅಲ್ಲ. ಹಂಗೆ ಡ್ರಾಯಿಂಗ್ ಪೂರ ಮಲ್ಪುಂಡ ಜೋಕ್ಲೆಗ್ ಮಿಕ್ಕ ಕಾಣತ್ತದ ಈವ್ನಿಂಗ್ ಟೈಮ್ ಉಡ. ಓಕೆ കൊടുക്കുക എങ്ങനെ ഇടണം ഷൂ എന്നൊക്കെ നീ ഗുഡാവണം കേട്ടാ. അത് കരയരുത്, കരയുന്നല്ല കുട്ടികൾ. ഗൈസ് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്താക്കും നേടാന്ന് പറയില്ലേ, കറിഞ്ഞിട്ടാണ് നേടുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും അവരെ വളർത്തുന്നത് ബുദ്ധിമുട്ടാണ് വലുതാകുമ്പോൾ. സോ അവർക്ക് എന്ത് കാര്യമാണെങ്കിലും അവരുടെ കയ്യിൽ തന്നെ എങ്ങനെയാണ് ചെയ്ത് തീർക്കേണ്ടതെന്നൊക്കെ ഡിപ്പെൻഡ് അങ്ങനെ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത്. പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയാണ് പഠിച്ചത്. കാരണം ഞാൻ ആരെ ഡിപ്പെൻഡഡ് ലൈഫല്ല എൻ്റേത്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് ഞാൻ തന്നെ സോൾവ് ചെയ്യില്ല, ആരും ഡിപ്പെൻഡ് ആവില്ലായിരുന്നു. ഫാദർ ഇല്ലായിരുന്നു, എനിക്ക് ഫാദറൊന്നുമില്ല. ഉണ്ടായിരുന്നു, എൻ്റെ ഫാദർ എനിക്ക് സപ്പോർട്ടൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ഒറ്റക്കണ്ണെ ജീവിച്ച് വളർന്നതാണ്. ചെറുപ്പം മുതൽ ആരും സ്നേഹിക്കിട്ടാതെ ഉമ്മ അണിയനെ സ്നേഹിച്ചു. പിന്നെ അണിയനായിരുന്നു, ബ്രദറായിരുന്നു എല്ലാം ഉമ്മക്ക്. വാപ്പാൻ്റെ തന്നെ കാര്യം പെൺകുട്ടിയിൽ ഇഷ്ടമല്ലായിരുന്നു. സോ അങ്ങനെയൊക്കെ ആയിട്ട് ചെറുപ്പം മുതൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പം എന്ത് പ്രോബ്ലംസ് വന്നാലും അത് ഞാൻ ഈസിയാണ് സോൾവ് ചെയ്യുന്നത്. അതെന്ന് ബഹലാക്കിയിട്ടോ കറച്ചലോ അത് അങ്ങനൊന്നല്ല, എൻ്റെതായ രീതിയിൽ ഞാൻ ആരോടും പറയാറുമില്ല. സംടൈംസ് എൻ്റെ ബ്രദർ തന്നെ എനിക്ക് ചീത്ത പറയാറുണ്ട്. എന്തെങ്കിലും ഒന്നായാൽ പറയണ്ട. ഞാനൊക്കെ പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രോബ്ലം സോൾവ് ആയ ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ വലുതാകുമ്പോൾ എന്താക്കും, അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ സ്വന്തമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനോ, ഏത് പ്രോബ്ലം ആണെങ്കിലും സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ. സൊല്യൂഷൻ തീർച്ചയായിട്ടും അതിലുണ്ടാവും. പക്ഷെ നമ്മൾ വെപ്രാളിച്ചിട്ട് വച്ചബഹലം ഉണ്ടാക്കിയിട്ട് കറന്നിട്ട് സോൾവ് ആവോ? ഇല്ല, പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. പ്രശ്നങ്ങൾ മൂലം പ്രശ്നങ്ങളായിട്ടായിട്ട് ഹെൽത്ത് കേടാവും. അതിന് പകരം നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു 30 മിനിറ്റ്സ് കാമാവാം, ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഓരോരോ സൊല്യൂഷൻ ഉണ്ടാവും ഇൻഷാ അല്ലാ, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ പ്രോബ്ലംസ് വരുന്നതിനുള്ളതാണ്. കാരണം നമ്മൾ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ പോകണം, ലൈഫ് എന്താണ് എങ്ങനെയാണ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മൾ കുക്കാറിനാണ് പോകുന്നത്, ഓട്ടോറിക്ഷ. ഇപ്പോൾ കാറ് കൊടുത്തിട്ടുണ്ടല്ലോ, എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര. ആ ബസ്സിൽ വരെ ട്രാൻസ്പോർട്ട് മുമ്പേ നമുക്ക് കുട്ടികളൊക്കെ വിട്ടുകൊണ്ട് ചിലവ് കൂടുതലാണ്. ഓട്ടോറിക്ഷ പോകണം, ബസ് റഷാണോ, അതൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ വണ്ടി ഇരിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ ബുദ്ധിമുട്ടൊന്നുമല്ലോ. ഞാൻ കാർക്ക് ഫോൺ വിളിച്ചു രാവിലെ തന്നെ കിട്ടുമോ എന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഷിഫ്റ്റിംഗ് ടൈമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, പോകണം, മാത്രം എല്ലാത്തിനും ഓട്ടോ പിടിച്ച് പോകണം. കുട്ടികൾ പിടിച്ചാലേ ഒറ്റക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഒറ്റക്കാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല, ഓട്ടോറിക്ഷന് വേണം. പക്ഷെ കുട്ടികളെല്ലാം കൂട്ടി പോകുമ്പോൾ കൂടുതൽ നമുക്ക് എഫേർട്ട് എടുക്കണം, സ്ട്രെസ് ആവും. ചില കാര്യങ്ങൾ ഇവരിങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് മറക്കും. അങ്ങനെയൊക്കെയാണ് ഹാൻഡിലാണ് പോകുന്നത്. ಇದೆಲ್ಲ ಮೊದಲು ಸೂಸೈಡ್ ಪಾಯಿಂಟ್ ಅಂತ ഹൈറ്റ് ಮಾಡಿದ್ದಲ್ಲ ಬ್ರಿಡ್ಜ್. ഗൈസ് ഇതെന്തറിയോ, സൂസൈഡ് പോയിന്റ് ആണ്. എല്ലാ ആൾക്കാരും വന്നിട്ട് ഇവിടെയാണ് സൂസൈഡ് ചെയ്യുന്നത് കേട്ടോ, രാത്രി. ഫൈനൽ ഒരു ബിസിനസ് മാൻ വന്നിട്ട് ഇവിടെ സൂസൈഡ് ചെയ്ത് സിദ്ധാർത്ഥല്ല
ഒരാൾ ഇവിടെ വന്ന് സൂസൈഡ് ചെയ്ത് വലിയൊരു ബിസിനസ് മാനാണ് കോഫി എസ്റ്റേറ്റ്. അതിനുശേഷം ഇങ്ങനെ ഒരു ഹൈറ്റിലാണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിനങ്ങനെ ഓരോരോ സംഭവത്തിന് ഓരോ സ്റ്റോറീസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് റോഡ് അടിപൊളിയായിട്ട് ഒട്രഷ് ഉണ്ടായിരുന്നു ഇവിടേക്ക്. ഇത് വാൾ ടൈൽസാണ്. ಇದೇನು ವಾಲ್ ಟೈಲ್ಸ್ ബാബാ മൊയ്ജ്. ഫൈനൽ ഞങ്ങൾ ആ വീട് വാങ്ങിട്ടോ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ബേസിൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. വാഷ് ബേസിനാണ് ഹാൻഡ് ബേസിൻ. അതൊന്ന് കുറച്ച് വേറെ ലെവലാക്കാൻ. അപ്പോൾ ഞാൻ ബേസിൻ ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഒരു റൂമിൽ കുട്ടികൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടിവിൻ്റെ റാക്ക് അതൊന്ന് ചെയ്യണം. നോക്കാം എന്തൊക്കെയാവുന്നുണ്ട്. കുട്ടികൾ ടോയ്ಲೆಟ್ ഷോപ്പൊന്ന് നിങ്ങൾ ಇದು ನೀವೇ ಫಿಕ್ಸ್ ಮಾಡಿ ಕೊಡೋದಲ್ಲ ಬಂದು ಆರಾಕ പ്ലംബർ കിട്ടും അങ്ങനെ നിങ്ങളുടെ കണ്ടാകും. ഇതെല്ലാം നോക്ക് ಬ್ಯೂಟಿಫುಲ್ ಆയിട്ടുണ്ട്. ಯಾವುದು ಹಾಂ ಕಂಬಕ್ಕೆ ಹಾಂ ಓಕೆ. ಇದು ಇದರಲ್ಲೇ ಬರ್ತದಲ್ಲ ಬೇಸಿಂದ ಕೆಳಗಿಂದ. ನಾನು ಫೋಟೋ ಕಳಿಸಿದ್ರಲ್ಲ ಆ ಬೇಸಿನ್ಗೆ ಆಗ್ತದಾ? ಆ ಬೇಸಿನ್ ಅದು ಬೇಸಿನ್ ಅಲ್ಲ, ಅಲ್ಲಿ ಪೈಪ್ ಅದು ರಿಮೂವ್ ಮಾಡಿ ಇಡ್ಲಿಕ್ಕೆ ಆಗ್ತದಲ್ಲ. ഏത് അത് കണ്ടാട്ടി അതെല്ലാം നോക്കി. പക്ഷെ പ്ലാൻ മാറ്റി ഇവിടെ വന്നിട്ട് കുറച്ച് പ്ലാൻ മാറ്റി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഷോക്കില്ല, ഞാൻ പറയുന്ന പ്ലാനിലില്ല. അങ്ങനെ നോക്കാം എന്തൊക്കെയാവുന്നുള്ളത്. ഞാൻ ഇതാക്കുമ്പോൾ ഉമ്മോടെ വാഷ് ബേസിനൊക്കെ നോക്കാണ് കണ്ട. അങ്ങനെ ഞാനും ഫൈനൽ വാഷ് ബേസിൻ കാണിച്ച് വാങ്ങി നോക്കാം. അതിൻ്റെ എല്ലാം സെറ്റായ ശേഷം ആ വീട്ടിൽ കാണിച്ചു തരാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ സ്മോൾ വീട് കണ്ടില്ലേ, ഞാൻ ഇരിക്കുന്ന വീടിൻ്റെ കാണ്ട് ഒരു ഭയങ്കര ഒരു സ്പേസ് ഇല്ലാതെ ഒരു ചെറുപ്പ വീട് പോലെ കാണുന്നുണ്ട്. നോ ഇഷ്യൂ. പിന്നെ നല്ല ഡിസ്കൗണ്ട് ചെയ്ത കേട്ടോ. റോഡെല്ലാം ഉണ്ടോ തണ്ണീര് ഇത് മാത്രമേ എടുക്കും. ഒമ്മം ഷവർ വാങ്ങിയേക്കാം. ആണ് ഗൈസ് നമ്മത വന്നട്ടോ. അപ്പം നേരെ ഇനി ഫ്രിഡ്ജിൻ്റെ ഷോപ്പ് പോകണം, ഫ്രിഡ്ജ് വാങ്ങണം. ഇതാണ് ഗൈസ്. എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന 3G അല്ലല്ലോ ലൈഫല്ല. കാരണം ഓരോരോ വീഡിയോ ഷിഫ്റ്റിംഗ് ആകുമ്പോൾ ഓരോരോ പണികൾ ഓരോരോ എക്സ്ട്രാ ചാർജസ് എക്സ്പെൻസസ് ഒക്കെ വരും. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോഴും വൃത്തിയിലായിരിക്കണമല്ലോ, ഒട്ടറശിരിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോൾ നമുക്കൊരു പോസിറ്റീവാണ് വീടൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് പെട്ടെന്ന് ഉള്ളിൽ കയറുമ്പോൾ. ഇല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ വേണ്ടാന്ന് തോന്നരുത്. എവിടെ ഞങ്ങൾ പുറത്ത് പോലും എപ്പോഴും നമ്മൾ വീട്ടിലെത്തുന്നത് എന്നുള്ളൊരാവണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീടൊന്ന് നന്നായി സൂക്ഷിച്ച് വയ്ക്കുന്നത്. ക്ലീനായി നീറ്റാക്കി വയ്ക്കുക. എപ്പോൾ നോക്കിയാലും ചെറുതാണെങ്കിലും വൃത്തിയിൽ കൊണ്ടുവന്നാൽ നമുക്കൊരു രസമാണ്. ഇത് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ബസ് നീ ഓടി വാ, ഒന്ന് ഉമ്മയുടെ കയ്യിൽ വാ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അങ്ങനെ സ്പീഡ് പോകുന്നല്ലേ ബസ്. പോക്ക് റിക്ഷ ബസ്സിൽ പോയി ബാ. മിണ്ടല്ലടാ റിക്ഷ എന്ന് എപ്പോ നോക്കിയാലും അതല്ല നോക്കാം. ബ്ലാക്ക് ബോർഡ് വേണ്ട, റെഡ് ബോർഡിൽ പോയി. ബാബാ ഇത് 10 രൂപ.